തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യാശ നൽകുന്ന ഒരു പഠിപ്പിക്കലാണ് വാങ്ങിപ്പോയ വിശുദ്ധ പിതാക്കന്മാരുടെ മധ്യസ്ഥതയും അവരുമായുള്ള നമ്മുടെ ആത്മീയ സംസർഗവും, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ്. ഇത് സംബന്ധമായ ധാരാളം ആഴമേറിയ വേദശാസ്ത്ര ചിന്തകൾ നാം കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രസക്തി ഒട്ടും ചോർന്നു പോകാതെ അത് തലമുറകളിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരവും ആഴമേറിയതുമായ ഒരു രഹസ്യമാണ് വിശുദ്ധരോടുള്ള സംസർഗം എന്നത്. ജീവിക്കുന്നവരും മൺമറഞ്ഞവരുമായ എല്ലാ വിശ്വാസികളും ക്രിസ്തു എന്ന ഏക ശരീരത്തിലെ അവയവങ്ങളാണെന്ന വലിയ സത്യം ഇത് നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ വിശുദ്ധ പിതാക്കന്മാർ നമുക്കായി ദൈവസന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഉത്തരം വളരെ വ്യക്തമാണ്. അതിനായി നമ്മുടെ ഇന്നത്തെ ചിന്ത എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് കേന്ദ്രീകരിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും വലയം ചെയ്തിരിക്കപ്പെട്ടിരിക്കയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കിയ ഒരു 3 ചിന്തകളിലൂടെ നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. 1, വാങ്ങിപ്പോയവർ മരിച്ചവരല്ല, അവർ ജീവിക്കുന്ന സാക്ഷി സമൂഹമാണ്. ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. എബ്രായർക്ക് എഴുതിയ 12-ാം അധ്യായത്തിലെ ആ വാക്യം പറയുന്നത് നമ്മെ വലയം ചെയ്തിരിക്കുന്ന വലിയൊരു സാക്ഷി സമൂഹത്തെക്കുറിച്ചാണ്. വിശ്വാസത്തിന്റെ വീരന്മാരായ പഴയ നിയമ പിതാക്കന്മാരെ കുറിച്ച് വിവരിച്ച ശേഷമാണ് അപ്പോസ്തലൻ ഈ വാക്യത്തിലേക്ക് വരുന്നത്. അവരെ സാക്ഷികൾ എന്ന് വിളിക്കുമ്പോൾ അവർ സ്വസ്ഥമായിരുന്ന് നമ്മുടെ വിശ്വാസ ജീവിതം കാണുകയും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് അർത്ഥം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്: മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശ മുൾപ്പടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. അതിനാൽ ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധ പിതാക്കന്മാർ മരണത്തിനപ്പുറം ദൈവസന്നിധിയിൽ പൂർണ്ണ ബോധത്തോടെ സജീവമായി ജീവിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിലവിൽ അവരോടുകൂടിയുള്ള സംസർഗം എന്ന് പറയുന്നത് ജീവനോട് ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ബന്ധത്തിൽ തന്നെയാണ് എന്ന് ക്രിസ്തു ഇവിടെ സാക്ഷിക്കുകയാണ്. രണ്ടാമത്, ക്രിസ്തു ശരീരത്തിൻ്റെ തന്നെ അവിഭാജ്യമായ ഒരു ഘടകമാണ് ഈ വാങ്ങിപ്പോയവരും. ക്രിസ്തു ശരീരം നമുക്കറിയാം, അതൊരു മിസ്റ്റിക്കൽ ബോഡിയാണ്. ഭൂമിയിലുള്ള വിശ്വാസികളും സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരും 2 വ്യത്യസ്ത ഗ്രൂപ്പുകളല്ല. നമ്മളെല്ലാവരും ക്രിസ്തുവാകുന്ന ഒരൊറ്റ ശരീരത്തിലെ അവയവങ്ങളാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ 12-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ദൃശ്യമാകുന്നതും അദൃശ്യമാകുന്നതും എന്നൊരു വേർതിരിവിനെ കുറിച്ച് പറയുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കത് നൽകാം. പക്ഷേ മരണമെന്ന ഭൗതിക പ്രതിഭാസത്തിന് ക്രിസ്തുവിൻ്റെ ശരീരത്തെ വിഭജിക്കാൻ കഴിയില്ല. ഭൂമിയിലുള്ള ഒരു അവയവം കഷ്ടപ്പെടുമ്പോൾ സ്വർഗത്തിലുള്ള അവയവങ്ങൾ ആ കഷ്ടപ്പാടിൽ പങ്കുചേരുന്നു. ക്രിസ്തുവിലുള്ള ഈ ഒരു ആത്മീയ ഐക്യമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധന്മാരുമായുള്ള നമ്മുടെ സംസർഗം. വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും സംസർഗവും കേവലം ഒരു ഭക്തിമാർഗമോ പാരമ്പര്യമായി കിട്ടിയ ഒരു ആചാരമോ അല്ല, മറിച്ച് അത് ക്രൈസ്തവ സഭയുടെ തന്നെ നിലനിൽപ്പിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും കാതലായ ഭാഗമാണ്. നാം എന്തിനാണ് മൺമറഞ്ഞ പിതാക്കന്മാരോട് സംസാരിക്കുന്നതും സംസർഗം പുലർത്തുന്നതും? കാരണം ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു എന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നതിനുള്ള ഒരു അടയാളവും തെളിവുമാണത്. നാം വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ മരണം അവരെ ഞങ്ങളിൽ നിന്ന് വേർപെടുത്തിയിട്ടില്ല, ക്രിസ്തുവിൽ അവർ ഇപ്പോഴും ജീവിക്കുന്നു എന്ന് നാം സാത്താനോടും ലോകത്തോടും വിളിച്ചു പറയുകയാണ്. വിശുദ്ധന്മാരുമായുള്ള സംസർഗം നിഷേധിക്കുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന വിജയത്തിൻ്റെ വ്യാപ്തിയെ തന്നെ ചെറുതാക്കി കാണിക്കുന്നതിന് തുല്യമാണ്. മൂന്നാമത്, വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും പ്രാർത്ഥനയുമാണ്, ഇന്റർസെഷൻ ഓഫ് ദ സെയിൻസ്.
ഭൂമിയിലുള്ള വിശ്വാസികൾ മാത്രം ചേരുന്നതല്ല സഭ എന്ന് നാം കണ്ടു. അത് സഭയുടെ പകുതി ഭാഗം മാത്രമാണ്, ദ ചർച്ച് മിലിറ്റന്റ്. ബാക്കി പകുതി സ്വർഗത്തിലാണ്, ദ ചർച്ച് ട്രയംഫന്റ്. പോരാട്ടത്തിലിരിക്കുന്നവരും വിജയിച്ചവരുമായ ഒരു കൂട്ടരുടെ ആകെത്തുകയാണ് സഭ എന്ന് പറയുന്നത്. ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരുന്ന വിശുദ്ധ പിതാക്കന്മാർ, അവർ നീതിയുടെ കിരീടം പ്രാപിച്ചവർ എന്ന നിലയിൽ സ്വർഗത്തിൽ ദൈവത്തോട് കൂടുതൽ അടുത്തായിരിക്കുമ്പോൾ ആ ദൗത്യം അവസാനിപ്പിക്കുന്നില്ല, തുടരുകയാണ്. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശങ്ങൾ അവർ പിടിച്ചിരുന്നുവെന്ന്. സ്വർഗത്തിലെ വിശുദ്ധന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഭൂമിയിലെ സഭയ്ക്ക് പൂർണ്ണമാകാൻ കഴിയില്ല. ഒരവയവത്തിന് മറ്റേ അവയവത്തോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയാൻ കഴിയാത്തതുപോലെ. അതുകൊണ്ട് മൺമറഞ്ഞ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മീയ അഹങ്കാരം മാറ്റിവെക്കാനും നാം ക്രിസ്തുവിൻ്റെ ആഗോള ശരീരത്തിന്, കോസ്മിക് ബോഡിയുടെ ഭാഗമാണെന്ന് ബോധ്യപ്പെടാനും അത്യാവശ്യമാണ്. സ്വർഗത്തിലെ വിശുദ്ധന്മാർ ഭൂമിയിലെ സഭയ്ക്കായി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ അവരോട് മധ്യസ്ഥത അപേക്ഷിക്കുമ്പോൾ അവർ ദൈവത്തിന്മേലുള്ള അവരുടെ അധികാരം കാണിക്കുകയല്ല, മറിച്ച് സ്വർഗത്തിൽ വിശുദ്ധന്മാർ എന്ന നിലയിൽ അർപ്പിക്കുന്ന വലിയ പ്രാർത്ഥനയോട് ലയിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ദുർബലമായ പ്രാർത്ഥനകളെ അവരുടെ ശക്തമായ പ്രാർത്ഥനകളോട് ചേർത്ത് കെട്ടാനുള്ള വലിയൊരു ആത്മീയ അവസരമാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസയാത്രയിൽ നാം തനിച്ചല്ല. നമുക്ക് മുൻപേ ഈ പാതയിലൂടെ നടന്ന് ജയം വരിച്ച വലിയൊരു സാക്ഷി സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അവർ നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു. ആ വിശ്വാസ സ്ഥിരത നമുക്ക് മാതൃകയാക്കാം. ഈ ആത്മീയ സംസർഗത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമ്മുടെ മുൻപുള്ള വിശ്വാസയോടെ സ്ഥിരതയോടെ ഓടിത്തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.